പാലക്കാട് ഒറ്റപ്പാലം വരോട്ടെ സ്കൂൾ വിദ്യാർത്ഥികൾ നേരിടുന്ന വലിയ പ്രതിസന്ധിയിലേക്കാണ് ഇനി പ്രേക്ഷകർ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സ്കൂളിന് തൊട്ടടുത്തുള്ള അനങ്ങൻമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് കുട്ടികൾ വല്ലാതെ ഭയക്കുന്നു. അനങ്ങൻമലയിലെ കരിങ്കൽ കോറികൾ അപകടം വിളിച്ചു വരുത്തുമെന്ന് നാട്ടുകാർക്കും ഇപ്പോൾ ആശങ്കയുണ്ടെന്നാണ് അവിടം സന്ദർശിച്ച ഞങ്ങളുടെ പ്രതിനിധികൾ അറിയിക്കുന്നത്. മേപ്പാടി ദുരന്തത്തിന് ശേഷം വരോട്ടെ സ്കൂൾ കുട്ടികൾ വല്ലാത്ത ഭീതിയിലാണെന്ന് പാലക്കാട് ബ്യൂറോയും പറയുന്നു. മേപ്പാടിയിൽ ഉരുൾപൊട്ടിയ പോലെ ഇവിടെയും പൊട്ടുമോ സാറേ? ഞങ്ങളുടെ ജീവനും ഇല്ലാതാകുമോ? ദുരന്തം കവർന്ന വെള്ളാർമല സ്കൂൾ ചൂണ്ടിക്കാട്ടി വരോട്ടെ സ്കൂൾ വിദ്യാർത്ഥികൾ ക്ലാസ്സിലെത്തുന്ന അധ്യാപകരോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. ക്ലാസ് മുറിയിൽ നിന്നും നോക്കിയാൽ 1 കിലോമീറ്റർ അപ്പുറം അനങ്ങൻമലയെ രണ്ടായി മുറിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ക്വാറിയാണ് ഈ ആശങ്കകൾക്ക് വഴിതെളിയിക്കുന്നത്. ഉച്ചഭക്ഷണത്തിന് മണിമുഴങ്ങുന്നതിനേക്കാൾ ഉഗ്ര ശബ്ദത്തോടെയാണ് ക്വാറിയിൽ പാറ പൊട്ടിക്കുന്ന ഭയാനകമായ ശബ്ദം കുട്ടികളുടെ ചെവിയിലേക്ക് എത്തുന്നത്. ഞങ്ങൾക്കും പേടിയുണ്ട്. കോറിയൊക്കെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിർത്തിയേക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് നിർത്തി വെച്ചാലല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ സ്വസ്ഥതയോടെ കിടക്കാനും സ്കൂളിലേക്ക് വരാനും ഭയമില്ലാതെ വരാനൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ സ്കൂളിൽ ഇരിക്കുന്ന ടൈമിലാണ് അവിടെ നിന്ന് എന്തെങ്കിലും സംഭവിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് പോകും. അത് എത്ര പെട്ടെന്ന് നിർത്തി വെക്കണം അത്രയും പെട്ടെന്ന് എല്ലാവർക്കും നല്ലതാണ്. ഇവിടെ തൈവത്തില്ല എല്ലാവർക്കും നല്ലതാണ്. തുറന്നു വലുതാക്കിയ പാറമടകൾ സ്കൂളിലെ ക്ലാസ് മുറികൾക്കുള്ളിൽ ഇരുന്ന് നോക്കിയാൽ കാണാം. വീട്ടിലെത്തിയാലും ഭീതിയോടെ അന്തിയുറങ്ങേണ്ട അവസ്ഥ. ഇതാണ് വരോട്ടെ വിദ്യാർത്ഥികളുടെ സാഹചര്യം. വിദ്യാർത്ഥികൾ പങ്കുവച്ച ഭീതിയുടെയും ആശങ്കയുടെയും അടിസ്ഥാനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. ക്വാറിയുടെ പ്രവർത്തനം നിർത്തുന്നതിന് സമരരംഗത്തേക്കിറങ്ങാൻ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും സമരം. ഞങ്ങളുടെ കുട്ടികൾ വളരെ ഭയത്തിലും ആശങ്കയിലുമാണ്. വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ആശങ്ക, സ്കൂളിൽ വന്ന് പഠിക്കാനുള്ള ആശങ്ക, വല്ലാത്തൊരു സമ്മർദ്ദത്തിലാണ്. കുട്ടികൾ തന്നെ ചില കാര്യങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അവരൊരു നിവേദനം കുട്ടികളെ എഴുതി തയ്യാറാക്കി കളക്ടർക്ക് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഒന്ന് സമർപ്പിച്ചു. തൊട്ടടുത്ത ദിവസം ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ അവർ ഉപവസിക്കാൻ പോവുകയാണ്. ഓഗസ്റ്റ് 15-ന് അവർ വിദ്യാർത്ഥികളുടെ ഒരു വിദ്യാർത്ഥി ശൃംഖല തീർക്കാൻ പോവുകയാണ്. അടുത്ത ഘട്ടത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളെ അടക്കം കൂടുതൽ പേരെ രംഗത്തെത്തിച്ച് സമരം നടത്താനാണ് സ്കൂളിന്റെ തീരുമാനം. 24 പാലക്കാട്.